ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു പാറ്റഗൺസ്. അപ്പോൾ ഗേസ് ഇപ്പോൾ നമ്മുടെ ഗോൾഡൻ ജീറ്ററും കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് പോവാണ് ഗേസ്. എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ടും കാര്യങ്ങളൊക്കെയാണ് ഗേസ്. കാരണം നമ്മളിത് മോഷ്ടിച്ചതാണ് ഗേസ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്, കാണത്തിൽ പോയി കാണും. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ അന്ന് ആ വീഡിയോ പറഞ്ഞാൽ നമുക്ക് ചെന്നിട്ട് ഒരു പണി കൂടെ ഫ്രാങ്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ആരും അറിയാതെ ഒരു കൊലപാതകം നടത്തണം ഗേസ്. അപ്പോൾ എന്തായാലും ഈ വണ്ടി മോഷ്ടിച്ച ഈ പുള്ളിക്കാരൻ്റെ വലിയ ആളെയും കാര്യങ്ങളൊക്കെ ഫ്രാങ്കിളിനെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റി കേസ്. പക്ഷേ വണ്ടി മാത്രം അന്ന് ഫ്രാങ്കിളിനെ പിടിക്കാൻ പറ്റില്ല. ഫ്രാങ്കിളിനെ അതിന് മുമ്പ് സസ്പെൻഷനുമാക്കി. അവന് വലിയ ഒന്നും ചെയ്യാത്ത അവസ്ഥയായി കേസ്. ഇനി അവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ പണിയാവും കേസ്. അത് കാരണം ഫ്രാങ്കിളിനെ ഒന്നും ചെയ്യാത്ത അവസ്ഥയായത് കാരണമാണ് നമ്മളെ ഏൽപ്പിച്ചത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഫ്രാങ്കിളും പറഞ്ഞതനുസരിച്ച് അവനെയും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം കേസ്. കാരണം അവൻ വധഭീഷണി വരെ മുഴക്കിയിട്ടുണ്ട് കേസ്. കാരണം അവൻ ഇച്ചിരി മെയിൻ പുള്ളിയാണ്. അതിനെന്തായാലും വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടേ സീനാണ്. നമുക്ക് എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചെറിയൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഫ്രാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി വിശദമായിട്ട് ഫ്രാങ്കിൾ അവിടെ ഉണ്ട് കേസ്. ഫ്രാങ്കിളിന് അവിടെ എന്തോ പരിപാടിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി അവിടെ വെച്ച് പറയാനാണ് കേസ് പറഞ്ഞത്. നമുക്കൊരു ഗണ്ണ് തന്നിട്ടുണ്ട് കേസ്. അതെന്തായാലും 2 ഗണ്ണും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മുടെ കയ്യിലുള്ളതാണ് കേസ്. ആ 2 ഗണ്ണും നമുക്ക് ആവശ്യമുള്ളതെന്നാണ് പറഞ്ഞത്. ഒരാളെ കൊന്നെ എന്തിനാ 2 ഗണ്ണെന്ന് ഓർക്കുക. ഞാൻ പറഞ്ഞു തരാം കേസ്. ഒരു മിസൈൽ ഒരു സ്കോപ്പ് ഗണ്ണുമാണ് കേസ്. അപ്പോൾ എന്തായാലും നമ്മൾ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടണം കേസ്. കാരണം എന്തായാലും ഈ വണ്ടി കളയാൻ പോയി ഇടിച്ച് കുറച്ച് കളഞ്ഞാലോ. കളയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരാം കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് ഇനി കയറി സെക്കൻഡ് അങ്ങ് തീർക്കണം കേസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് തന്നെ പരിപാടി തീരും കേസ്. കാരണം നമുക്കിത് വലിയ പരിപാടിയൊന്നും ഇല്ല, ഇതിപ്പോൾ തന്നെ തീർക്കും കേസ്. സില്ലി മാറ്ററാണ് കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ചെല്ലാം കേസ്. എന്തായാലും ഓക്കെ കേസ്. ആദ്യം ഇവിടെ വന്നിട്ട് ഇവരുടെ പറയണം, അല്ലെങ്കിൽ ഇവർ നമ്മളെ പിടിച്ച് പുറത്താക്കും. സാർ, ഞാനിവിടെ ഒരാളെ കാണാൻ വന്നതായിരുന്നു. ഒന്നില്ലേ? അല്ല സാർ, ഇവിടെ വന്ന് പറയുമൊന്നും വേണ്ടേ? എന്തിനാ നീ വീട്ടിൽ പോയി? ഓക്കെ കേസ്, ഇവർ നമ്മളൊരു ഇതുമില്ല കേസ്. ഞാൻ ഓർത്ത് ഇവിടെ വന്ന് പറഞ്ഞ് അതിനുള്ള അനുവാദമൊക്കെ മേടിച്ചിട്ട് പോയി കാണത്തുള്ളൂ എന്നാണ് കേസ്. പക്ഷേ ഇതൊന്നും ഇല്ല കേസ്. ഇവനെയാണ് കേസ് നമുക്ക് കൊല്ലണ്ട. ഇത് മെയിൻ ആളാണ് കേസ്. അതാണാണ് കേസ് ഇവനെ ഈ ജയിലിൽ ഇട്ടേക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും ആരും ഇടാറില്ല കേസ്. ഇവനെ മാത്രം ഇവിടെ ഇട്ടിട്ടുള്ളൂ. എന്തായാലും കേസ് നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ ഫ്രാങ്കിളിനെ ഇവിടെ ഇരിപ്പുണ്ട്. ഫ്രാങ്കിളിനെ അപ്പോൾ എങ്ങനെയാടാ? എടാ, നീ ആദ്യം ഞാൻ തന്നെ ഗണ്ണ് വെച്ച് എല്ലാവരെയും ആദ്യം ബോഡി ഗാർഡ്സിനെ ഇത് ചെയ്യണം, പുറത്ത് വയ്ക്കുന്ന സെക്യൂരിറ്റിക്കാരെ അടിച്ചിടണം. അതിനുശേഷം നീ ബാക്കിയുള്ളവരെ അടിച്ചിടണം. അതിനുശേഷം നീ എന്നെ വന്ന് ബോധം കെടുത്തണം. അത് പെട്ടെന്ന് തന്നെ ഇതാവും. അതിനുശേഷം മറ്റേ ഗണ്ണ് വെച്ച് അവൻ്റെ തല തന്നെ അടിച്ച് കുറിച്ചു. അപ്പോൾ പെട്ടെന്ന് പരിപാടി നിൽക്കും. ആർക്കും സംശയം വരാതിരിക്കാൻ വേണ്ടി അതിനോട് ഞാൻ ഇവിടെ തന്നെ വെച്ച് കാണാൻ പറഞ്ഞു. ഓക്കെ, സെറ്റ്. എന്തായാലും കേസ് ഞാനും ഇവിടെ വന്ന് നിൽക്കുന്നത് അത് കാരണമാണെന്നാണ് കേസ് ഫ്രാങ്കിലും പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് പരിപാടി വേണം. ആദ്യം തന്നെ അകത്തോട്ടൊരു വെടി വെച്ചിട്ടുണ്ട് കേസ്. ഈ മിസൈലിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്പ്രെഡ് ആവുന്ന ഇത് വെച്ച് എല്ലാവരും ബോധം കെട്ടി വീട്ടിന് കാര്യങ്ങളൊക്കെയാണ് കേസ്. അപ്പോൾ എന്തായാലും ഇവരൊന്നും ചാവത്തില്ല കേസ്. ജസ്റ്റ് ഒന്നും ബോധം കിടും കേസ്. ചിലപ്പോൾ ഒന്ന് മാഞ്ഞും പോവും. അത് കുറച്ച് നേരം കഴിയുമ്പോൾ തിരിച്ചു വന്നോളും. എന്തായാലും കേസ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവർക്ക് ബോധം കാര്യങ്ങളൊക്കെ വരും കേസ്. അതിന് മുമ്പ് നമുക്ക് എല്ലാവരും നൈസായിട്ട് ബോധം കെടുത്തണം കേസ്. എന്തായാലും ഇവരെല്ലാവരും നമ്മൾ നൈസായിട്ട് ബോധം കെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രാങ്കിളിനെയും കൂടെ ബോധം കെടുത്തണം. എടാ, നീ എന്നെ കൊല്ലുവോ? എന്തായാലും കേസ് ഇനിയിപ്പോൾ നൈസായിട്ട് ഫ്രാങ്കിളിനെയും ബോധം കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവനെയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പേടിക്കാം. എടാ, നീ എന്നെ രക്ഷിക്കാൻ വന്നാണോ? എന്റെ പിള്ളേര് വരുമെന്ന് പറഞ്ഞിരുന്നു. ഇത്ര നേരത്തെ വരുമെന്ന് പറഞ്ഞു. നീ എന്നെ ഇത് വെച്ച് കൂട്ടി. അതൊന്നും പൊട്ടത്തില്ല. നീ എന്നെ അഴിച്ചുവിടും. അതെല്ലാം രക്ഷിക്കാൻ വന്നത്, ഞാൻ കൊല്ലാൻ വന്നത്. എന്നെ കൊല്ലാൻ നടക്കുന്ന കേസുമെല്ലാം പറഞ്ഞു. നീ ചത്തു. അമ്മച്ചി. എന്തായാലും കേസ് നൈസായിട്ട് അവൻ്റെ ട്യൂൺ നമ്മൾ തന്നെ ഇട്ടിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തായാലും നൈസായിട്ട് അവനും കാര്യങ്ങളൊക്കെ ചത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാം കേസ്. കാരണം പോലീസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുമുണ്ട്. പെട്ടെന്ന് തന്നെ ഇവർക്കും കാര്യങ്ങളൊക്കെ ബോധവും വരും കേസ്. അതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ സ്കോപ്പാണ്. ഇനിയിപ്പോൾ ഈ വണ്ടി കൊണ്ട് നമ്മൾ കടലിൽ താത്താൻ പോവുകയാണ് കേസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തായിരുന്നു നമ്മുടെ പരിപാടി തീർന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ്, കാരണം ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇപ്പം ഒരു മോഷ്ടിച്ചുകൊണ്ട് വന്ന വണ്ടിയാണ് കേസ്. കാരണം പോലീസല്ല മോഷ്ടിച്ചത്. കാരണം ഞാൻ മോഷ്ടിച്ചതാണ് തന്നെ എൻ്റെ തലയിലേ വരുള്ളൂ കേസ്. പിന്നെ എന്തിനത് മോഷ്ടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു പ്രതികാരം വീട്ടിലാണ് കേസ്. എന്തായാലും ഇതിപ്പം തിരിച്ചുകൊണ്ട് കൊടുത്താലും വേണ്ടി ഇതും കാര്യങ്ങളൊന്നും മാറത്തില്ല കേസ്. കാരണം ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പോയി കിടക്കുവാണ് കേസ്. എന്താ ഇവിടുത്തെ പോലീസിനെ പറയണതെന്ന് അറിയത്തില്ല കേസ്. ഇവിടുത്തെ പോലീസ് എങ്ങനെയാണ്? എന്നാലും കേസ് നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി ഉൾക്കടലിലോട്ട് എറിഞ്ഞിട്ട് നമുക്ക് വണ്ടി നിർത്തിയാണ് കേസ്. വണ്ടി സ്പീഡിൽ പോയി ഇത് ചെയ്തോളും. അത്യാവശ്യം വെയിറ്റും ഉണ്ട് കേസ് നമ്മുടെ GTR-ന്. അത് കാരണം ഈ GTR കാര്യങ്ങൾക്ക് മുങ്ങി കിടന്നോളും, പൊങ്ങത്തില്ല കേസ്. അതാണ് വലിയ സീനാണ്. നമ്മൾ നൈസായിട്ട് ചാടിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ വണ്ടി കാര്യങ്ങൾക്ക് തെറിച്ചിങ്ങ് പോകുന്നുണ്ട് കേസ്. കടലിൽ ചെന്ന് വീഴുന്നു. എന്ത് പറയാനാ? എന്തായാലും കേസ് നമ്മൾ നൈസായിട്ട് കാര്യങ്ങൾക്ക് ഇനിയിപ്പോൾ നീന്തി കരയിലോട്ട് പോകാം കേസ്. നമുക്ക് അത്യാവശ്യം നീന്തറിയാവുന്ന കാരണം കുഴപ്പമില്ല കേസ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ദൂരം മതി കേസ് ഇവിടുന്ന് നീന്തിച്ചല്ല. അപ്പോൾ എന്തായാലും കേസ് നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും കേസ് ഇനിയിപ്പോൾ ഇത് ആരെങ്കിലും പൊക്കുമെന്നാണ് കേസ് പേടി. കാരണം അമ്മമാരുടെ ഇവൻ്റെ ഗ്യാങ് എന്ന് പറയുന്ന വലിയ ഇതാണ് കേസ്. അപ്പോൾ എന്തായാലും ഇത് ഇവൻ്റെ ഏറ്റവും വലിയ പുള്ളിയൊന്നുമല്ല കേസ് നമ്മളിപ്പോൾ കൊന്നത്. അവന് ഇതിൻ്റെ ഒരു മെയിൻ പുള്ളിയായിരുന്നു എന്നേ ഉള്ളൂ കേസ്. പക്ഷേ ഇവൻ്റെ മെയിൻ പുള്ളിയേക്കാളും വേറെ 5-6 മെയിൻ ഇവനേക്കാളും ഉണ്ട് കേസ്. അവരൊന്നും
ഇത് വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തായാലും നമ്മളെ പൊക്കാൻ വേണ്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് പേടിക്കേണ്ട. കാരണം നമ്മളെ വണ്ടിയും താഴ്ത്തി അവർ നമ്മൾ അന്വേഷിച്ച് വരുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കും കേസ്, കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ എന്തായാലും വലിയ സീനില്ല. അപ്പോൾ എന്തായാലും കേസ് എന്തായാലും ചാനൽസും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക ഒക്കെ കേസ്. എന്തായാലും നമ്മളെ വീഡിയോ എന്ത് ചെയ്യുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ബൈ ബൈ, സീ യു സൂൺ.